ചേച്ചി ഓഫ് കോഴ്സ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ SPB സാറ്. ചേച്ചി കാരണമാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ഹായ് രൂപ, ദിസ് ഇസ് മീ ശോഭന കോളിംഗ് കോൾ വന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പലപ്പോഴും റഹ്മാൻ സാറിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചിരിക്കണത് തന്നെ റഹ്മാൻ സാറിന്റെ പാട്ടുകൾ വായിക്കാനാണോ. വയലിൻ കുട്ടി എടുത്തിട്ട് വരും, നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, ഇവിടെ വയലിൻ കണക്ട് ചെയ്ത് നമുക്കൊന്ന് കേൾക്കാമെന്ന്. എനിക്ക് അതിനേക്കാൾ വലിയൊരു ഓസ്കാർ അവാർഡ് കിട്ടാനുണ്ടോ? ശ്രീരാഗം വായിക്കുന്നത് രസമായിരിക്കും അല്ലേ? ശ്രീരാഗം വായിക്കാം, അതിലെ സ്വരങ്ങളൊന്ന് ആഡ് ചെയ്ത് വായിക്കാം. അത് കൊള്ളാം. ഈ കുറേ കാലം കഴിയുമ്പോൾ ഇത് മാറി മാറിയേ ഈ ശ്രീരാഗം വേറൊരു സംഗതിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു പുതിയ സാധനമായിട്ട് മാറില്ലേ. അത് ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. ഇടയ്ക്ക് സാറിനോട് ഭാര്യ പറഞ്ഞു വന്ന നിങ്ങൾ ഈ ശ്രീരാഗം പാടണ്ട, പഴയ ശ്രീരാഗം പോയി പഠിച്ചിട്ട് പാടിയാൽ മതി. ചില ഇംപ്രവൈസേഷൻസ് ഒക്കെ ഇങ്ങനെ പുതിയ കവേഴ്സ് ഒക്കെ വരുമ്പോൾ സാറിങ്ങനെ മെസ്സേജ് ഇടും, ആ നോട്ട് ഞാൻ വെച്ചില്ലായിരുന്നല്ലോ, ഇത് ഇന്ന ആള് ആരെങ്കിലും ഒക്കെ പാടിയത് ഇടയ്ക്ക് സാർ ഇങ്ങനെ അയച്ചിട്ട് ചോദിക്കും. ഇനി വിദ്യാസാഗർ സാറിനെ കുറിച്ച് അയ്യോ, വിദ്യാസാഗർ സാർ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് കൂടുതൽ വാദോരാതെ സംസാരിക്കുക. സാറിന് ഭയങ്കര വലിയൊരു ആരാധന, ഫാനാണ്. ഒരു കമ്പോസർ എന്നുള്ള നിലയിൽ ആക്ച്വലി ചില കമ്പോസേഴ്സ് മെലഡി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും, ചിലപ്പം ഓർക്കസ്ട്ര അത്ര പോരായ്മയായിരിക്കും, ചിലപ്പം ഈ പ്രോഗ്രാമിങ്ങും അതായത് ഈ കീബോർഡ് പ്രോഗ്രാമിങ് ഇതെല്ലാം കൂടെ ഫുള്ളാണ്, എല്ലാം കൂടെ ചേർന്ന ഒരു വെർഷനാണ് സാറിൻ്റെ നിന്ന് കിട്ടുന്നത്. മെലഡിക്ക് മെലഡി അറിയാമല്ലോ, അതേപോലെ തന്നെ ഓർക്കസ്ട്ര സൈഡും അതേപോലെ തന്നെ അത്രയ്ക്കും റിച്ച് ആയിട്ടാണ് സാറിൻ്റെ ഓരോ പാട്ടുകളും വരുന്നത്. ഓരോന്നേ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ഞാനൊക്കെ ഒരുപാട് ഇങ്ങനെ കേട്ട് ഒരുപാട് നമുക്ക് ഇൻസ്പിറേഷൻ ഒത്തിരി അതിനകത്ത് കിട്ടുന്നുണ്ട്. തുടങ്ങുന്ന സമയത്ത് ആ മ്യൂസിക് ഇങ്ങനെ വന്നു തുടങ്ങിയില്ലേ, ആ സമയത്ത് അങ്ങ് വീണു പോകും. എന്ന് വെച്ചാൽ വേറെ വഴിയൊന്നുമില്ല. അത് ശരിക്കും മറ്റേ പാട്ട് ഇപ്പോൾ കരളയിൽ നിന്ന് കൈപിടിച്ചാൽ ദേവസംഗീതം എന്നൊക്കെ പറയുമ്പോഴും ഇപ്പം എനിക്ക് തോന്നിയത് ഇതും ദേവസംഗീതം തന്നെയാണ്. കാരണം അങ്ങനെ ഒഴുകിയെത്തുന്ന, നമ്മളിപ്പോൾ ദേവസംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് കേട്ടിട്ടൊന്നുമില്ല, പക്ഷേ ഈ ഒഴുകിയെത്തുന്നതിന് നമുക്ക് പറയാൻ വേറെ പേരില്ല.
അപ്പോൾ സാറിൻ്റെ മ്യൂസിക് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തന്നെ തോന്നി. പക്ഷേ ഇതെല്ലാം സംസാരിച്ച് കഴിയുമ്പോഴാണ് ഇപ്പുറത്തെ സൈഡിൽ മലരെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ അയ്യോ, ഓരോ ജോണറും ഞാനൊക്കെ രജനി ചേട്ടാ അതിലേക്ക് വരുമോ ഇല്ലയോ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. മലരെയാണോ രൂപ വിദ്യാസാഗർ സാറിന് വേണ്ടിയിട്ട് ഏതാ? ഞാൻ വളരെ തന്നെ മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ടിരുന്നത്. കാരണം എന്താ വെച്ചാൽ അത് SPB സാറ് പാടിയതും കൂടെ ആയതുകൊണ്ട് എൻ്റെ കരിയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഒരു വയലിനിസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നെ പുഷ് ചെയ്തിട്ടുള്ള വ്യക്തികൾ എന്ന് പറയില്ലേ, ഒന്ന് വയലിൻ വായിക്കണം എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ചിത്ര ചേച്ചി ഓഫ് കോഴ്സ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ SPB സാറ് പല സ്റ്റേജിലും ചേച്ചി കാരണമാണ് ഞാൻ സാറിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മസ്കറ്റിലെ ഒരു സ്റ്റേജിൽ ഞാൻ വയലിൻ കൊണ്ടുപോയിട്ടില്ല, വയലിൻ റൂമിൽ വെച്ചിരിക്കുകയാണ്. തലേ ദിവസം അതേ സ്റ്റേജിൽ ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരു സെഷൻ വായിച്ചു. നെക്സ്റ്റ് ഡേ സാറിനോടൊപ്പം ഞാൻ പാട്ടുകാരിയായിട്ടാണ് പാടാൻ വേണ്ടി നിൽക്കുക. സ്റ്റേജിൽ വെച്ചിട്ട് ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ സാറ് ചോദിച്ചു, എനിക്ക് വയലിൻ എടുത്തിട്ട് വരില്ല? കുറച്ച് പേടിച്ചിട്ട്, ഇല്ല സാർ ഇന്ന് പാട്ടുകാരിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ സാറ് മൈക്കെടുത്തിട്ട് ഓഡിയൻസിനോട് ഇങ്ങനെ പറഞ്ഞു, വയലിൻ കുട്ടി എടുത്തിട്ട് വരും, നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം, ഇവരുടെ വയലിൻ കണക്ട് ചെയ്ത് നമുക്കൊന്ന് കേൾക്കാമെന്ന്. എനിക്ക് അതിലേക്കാൾ വലിയൊരു ഓസ്കാർ അവാർഡ് കിട്ടാനുണ്ടോ? അപ്പൊ വേഗം എൻ്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ, ആ ചേട്ടൻ എന്ന് പറഞ്ഞു പുള്ളിയെ വിട്ടിട്ട്, സോറി കേട്ടോ മസ്കറ്റ് അല്ല ബഹ്റിനിലാണ്, എടുത്തു കൊണ്ടുവന്ന് അവിടെ കണക്ട് ചെയ്തിട്ട് സാറ് പറഞ്ഞു എന്തെങ്കിലും വായിച്ചോളൂ എന്ന് പറഞ്ഞു. സാറിനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് സുന്ദരി കണ്ണാലൊരു സെയ്തി എന്നാണ് മനസ്സിൽ വന്നത്. ഞാൻ വായിച്ചു. അപ്പൊ സാറ് മൈക്കെടുത്തിട്ട് ഒപ്പം ഒരു ഇംപ്രവൈസേഷൻ ഇങ്ങനെ പാടിത്തന്നു. ഒരു സെഷൻ സാറിന്റെ കൂടെ ചെയ്തിരുന്നു. അപ്പോൾ SPB സാറിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലരി മൗനമേ പറയുമ്പോൾ ചിത്ര ചേച്ചി ഒരു കഥ പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സാർ ഒരുപാട് ടേക്ക് എടുത്തൊരു പാട്ടാണെന്ന്. ജാനകിയമ്മ അത്രയും ഭംഗിയായിട്ട് പാടി വെച്ചിട്ട് സാറിന് തൃപ്തി വരണില്ലെന്ന്, ശരിയായിട്ടില്ല ഞാൻ പാടിയത്, ഇനിയും പാടണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്റ്റേജിലും SPB സാർ എന്ന് പറയുമ്പോൾ ഞാൻ മിസ് ചെയ്യാതെ വായിക്കുന്ന 2 പാട്ടുകൾ ഉണ്ടെങ്കിൽ, ഒന്ന് മലരെ മൗനമ, ഒന്ന് മണ്ണിലിന്ത കാലം. അതെല്ലാ സ്റ്റേജിലും വായിക്കും. SPBക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് മലരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും എനിക്ക് തോന്നുന്നു മലരയുടെ ചില വേർഷൻസ് കേട്ടിട്ട് പോലും നമ്മൾ അവരോട് വരെ നമുക്ക് ഭ്രാന്തമായിട്ടുള്ള ആരാധന തോന്നിയിട്ടുണ്ട്. ഭയങ്കര പാട്ടാ അത്. ഈ മലരെ മൗനമ വേറൊരു രീതി കേട്ടോ, അത് ഈ സുമേഷ് ഏട്ടൻ കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്. ഈ മലരെ മൗനമയിൽന്ന് ഞങ്ങള് SPB ചിത്ര ചേച്ചിയും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു വേറൊരു പാട്ടിലേക്ക് എത്തും. അതിപ്പോ വായിക്കാം, അത് പറയണതിനേക്കാളും പറയണില്ല. പക്ഷെ അതും മലയാളത്തിൽ SPB സാർ പാടിയൊരു പാട്ടിലേക്കാണ് ഞങ്ങൾ വരാൻ പോണത്.
ഓ ക്ലൈമാക്സ് സൂപ്പർ. ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. നിങ്ങൾ പാട്ടിലേക്ക് കയറുന്നത് എനിക്ക് അറിയായിരുന്നു, പക്ഷെ അവസാനം ഇങ്ങനെ ഒരു സാധനം പൊടിക്കൈ ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല. താങ്ക് യു. അത് സൂപ്പറായിട്ടുണ്ട്. മലരെ ആലോചിക്കുമ്പോൾ റഹ്മാൻ സാറിന്റെ മലർകളെയും കൂടെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. റഹ്മാൻ സാറിലേക്ക് പോയപ്പോൾ സ്നേഹിതനെ വായിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്നേഹിതനെ എപ്പോഴെങ്കിലും വായിക്കണം കേട്ടോ, ഇത് തീരുന്നതിന് മുമ്പ്. പലപ്പോഴും റഹ്മാൻ സാറിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിച്ചിരിക്കണത് തന്നെ റഹ്മാൻ സാറിന്റെ പാട്ടുകൾ വായിക്കാനാണോ. കാരണം ശരിക്കും ഇൻസ്ട്രുമെന്റിന് പറ്റിയ രീതിയിലിരിക്കും. നമുക്ക് മലയാളം പാട്ടുകളൊക്കെ വായിക്കുമ്പോഴുള്ളൊരു ഇതെന്താ വെച്ചാൽ കൂടുതൽ അർത്ഥങ്ങളും ഈ വരികളും ഇങ്ങനെ നിറഞ്ഞിരിക്കണോണ്ട് ദക്ഷിണാമൂർത്തി സ്വാമിയുടെയും ബാബുരാജ മാഷിന്റെയൊക്കെ ഇവരുടെയൊക്കെ പാട്ടുകൾ വായിക്കുമ്പോൾ എനിക്ക് പേടിയാവും. മീൻസ് പേടി എന്ന് പറയുന്നത് അത് വരികളെ വേദനിപ്പിക്കാണ്ട് നമ്മൾ വായിക്കണം എന്നുള്ളതുകൊണ്ട്. റഹ്മാൻ സാറിന്റെ ഈ പറഞ്ഞ പോലെ വലിയ വരികൾ ഞാൻ ശ്രദ്ധിക്കില്ല, അതിനേക്കാൾ കൂടുതൽ ആ ഇൻസ്ട്രുമെന്റിൽ ആ മ്യൂസിക്കലിയാ നോക്കാറ്. അതേപോലെ തന്നെ ഇപ്പോ മണിച്ചിത്രത്താഴ് റീറിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് റീറിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് BGM-നെ കുറിച്ചാണ്. അതും MG രാധാകൃഷ്ണൻ സാറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ജോൺസൺ മാഷ് കാണിച്ചിട്ടുള്ള വീണ മീട്ടിയിട്ട് നമ്മൾ പേടിപ്പിച്ചതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഏതെങ്കിലും പോർഷൻസ്, രണ്ടുപേരുടെയും ഏതെങ്കിലും ഞാനത് ചെയ്തിരുന്നു. ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും സന്തോഷമായ കാര്യം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു ഉച്ച സമയത്ത് ഞങ്ങളൊരു പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഹായ് രൂപ ദിസ് ഇസ് മീ ശോഭന കോളിംഗ് കോള് വന്നു. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനിപ്പോ എന്നോടൊപ്പം ശോഭന മാം പറഞ്ഞത് മാം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഇങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഫോളോവർ അല്ല, ബട്ട് വാട്ട് എവർ വായിച്ചത് ആ എസൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഒരു നല്ലൊരു കമന്റ് തരാൻ വേണ്ടി വിളിച്ചതാണ്. എനിക്കിത് ഭയങ്കര സന്തോഷമായി. വായിക്കാം. അതിന്റെ കൂട്ടത്തിൽ കൂടുതൽ വായിച്ചാലും കുഴപ്പമില്ല. അസാധ്യ വർക്കായിരുന്നു. അതെന്താ ചെയ്തു വെച്ചിരിക്കുന്നത് ജോൺസൺ മാഷും MG രാധാകൃഷ്ണൻ സാറും കൂടെ രണ്ടും വേറെ ലെവൽ, നമുക്കൊന്നും ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ടീമുകളാണ്. അതേപോലെ തന്നെ ഈ സ്റ്റേജിലെ പെർഫോമൻസ് ഇല്ലേ, ഇപ്പോൾ സ്റ്റീഫൻ ദേവസി തന്നെ മറ്റേ കിത്താർ വെച്ചിട്ട് ഒരു പ്രകടനം ഉണ്ട്. അതേപോലെ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കയ്യടിയും ഒരു ആവേശമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആരാധനയുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ അല്ലേ? അതിനെ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്? എങ്ങനെയാണത് രൂപ എങ്ങനെയാണ് എടുക്കുക? എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കൈ അടിക്കാതെ ചിലരൊക്കെ മടി പിടിച്ചിരിക്കുമല്ലോ ചില സമയത്ത്. ഞാൻ ഇവരോട് സാധാരണ പറയുന്നൊരു കാര്യമാണ്, തമാശയായിട്ട് പറയും, നമുക്ക് വലിയ ചെലവില്ലാതെ സ്റ്റേജിൽ നിൽക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ക്ലാപ്പ് എന്ന് പറയുന്നത്. സന്തോഷമായിട്ട് തരണം എന്ന് പല വേദികളിലും ഞാൻ പറയും. പക്ഷെ നല്ല സപ്പോർട്ടാണ് തീർച്ചയായിട്ടും. എനിക്കൊന്നും ഇനി പലരും എന്നോട് ചോദിക്കും ഫീമെയിൽ ആയതുകൊണ്ടാണോ കൂടുതൽ സപ്പോർട്ട് കിട്ടണത്. അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്കൊന്നും കുറച്ചുകൂടെ സ്വീകാര്യത കൂടുതലാണ്, അത് കുറച്ചുകൂടെ സ്നേഹം കൂടുതലാണ്. ഈ ആരാധനയൊക്കെ എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ആരാധനയൊക്കെ ഓടിച്ചു വിടുവോ? ഇടയ്ക്ക് കണ്ണാക്കെ വായിച്ചിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പൾസ് അറിയുന്ന ആളാണെന്നുള്ളത്. സിദ്ധിന്റെ പാട്ടുകളൊക്കെ നമുക്കൊരു വേറൊരു തരത്തിലുള്ള ഫീൽ അല്ലേ? അതിന്റെ ഇച്ചിരി വായിക്കോ? കുറച്ച് കൂടുതൽ വായിക്കണ്ടെന്നാണ് പറഞ്ഞത്. ഇച്ചിരി എന്ന് പറയുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വായിക്കുമല്ലോ എന്നുള്ളതാണ്.
അത് കിടു വേറെ ലെവൽ. അങ്ങനെ ലാസ്റ്റ് ഒരു വിളിയുണ്ട്. അതെ അതെ അത് പൊളി കേട്ടോ. 2 സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ വന്ന് വീണിട്ടുണ്ട് കേട്ടോ. അത് രണ്ടിനും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. നമ്മൾ സോ കോൾഡ് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നിങ്ങൾ ഇംപ്രൂവൈസ് ചെയ്യുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന ചില സാധനങ്ങളുണ്ട്. ചിലതൊക്കെ നമ്മൾ അതേപോലെ തന്നെ കേൾക്കാനായിരിക്കും ആഗ്രഹിക്കുക, പക്ഷെ ഇത് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഇത് അഡീഷൻ ആണല്ലോ, അതുകൊണ്ട് ഭയങ്കര രസമുള്ള സാധനം. കോമ്പോസിഷൻ ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ആ ഏരിയയിൽ കൂടുതൽ ഇറങ്ങാനൊക്കെയുള്ള ചിന്ത. കോമ്പോസിങ് സാധനങ്ങളാണോ? അത് ഞങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൺ കോമ്പോസിഷൻസ് പല ആളുകളും കവേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ വന്ന് ഒരു ഓൺ കോമ്പോസിഷൻ എന്ത് കേൾക്കാൻ പറ്റും ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അത് ഉടനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ അത് ഇറങ്ങുന്നതായിരിക്കും. ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ കുറച്ചുകൂടെ ഒന്ന് കയറി വരുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ വേടൻ, ഡബ്സി, തിരുമാലി, ബേബി ജീൻ, അങ്ങനെ ഒത്തിരി പേര് ഉയർന്നു വരുന്നുണ്ട്. ആ ഏരിയയിലൊക്കെ ഉള്ള സംഭാവന, ഇടയ്ക്ക് നമ്മുടെ സിതാരയുടെ ചായപ്പാട്ട് വായിച്ചിട്ടുള്ളത് ഞാൻ കണ്ടായിരുന്നു. ആ ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്യണമെന്ന് തോന്നൂലേ? തീർച്ചയായിട്ടും. അതാണ് എനിക്ക് ഇൻസ്ട്രുമെന്റലേ സംഭാവന ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരുടെയൊക്കെ വോക്കൽ ആണല്ലോ അധികവും വരണത്. അപ്പൊ ഞാൻ ഇൻസ്ട്രുമെന്റലി എന്റെ രീതിയിൽ ഞങ്ങൾ ഫ്യൂഷൻ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്നത്. അടുത്തേതാ വായിക്കാം? സ്നേഹിതനെ വായിച്ച് നമുക്ക് സ്നേഹിതനെ വായിക്കണം എന്നുണ്ട്. പിന്നെ ജോൺസൺ മാഷിന്റെ ഏതെങ്കിലും ഒരു പാട്ട് വായിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് മോഹത്തിനെ എങ്ങനെ കാണിക്കാൻ പറ്റും? വേറെ മാഷിന്റെ മോള് ജനിക്കുന്ന 83-ലായിരുന്നു ഈ പാട്ടും വരുന്നത്. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു കാലവും കൂടെ ആയിരുന്നു എന്ന് പറയാറുണ്ട്. ഇത് അസാധ്യമായിട്ടുള്ള പാട്ടാണ്. എനിക്ക് തോന്നുന്നു ജാനകിയമ്മയുടെ പാട്ടുകൾ എടുക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ചില പാട്ടുകൾ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകരുത് എന്നുള്ള ഒരു സംഗതിയാണ്. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെ ഉണ്ട്. മായമഞ്ചൽ വായിപ്പിക്കണമെന്നുണ്ടായിരുന്നു. ദേഷ്യം വരില്ലെങ്കിൽ വായിക്കോ? ഒരു ദേഷ്യമില്ല, സന്തോഷമുള്ളൂ. കാരണം സാറ് ഓരോ പ്രാവശ്യവും പാടുമ്പോഴും എനിക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതിപ്പോ ഓരോരുത്തർ പാടുമ്പോഴും ആ മായമഞ്ചൽ ഞാൻ ആവർത്തിച്ച് കേൾക്കും. അത് വായിക്കാം.
ഈ പാവ മനുഷ്യനെ എവിടെ നിന്ന് കിട്ടിയേ? അതിനൊരു കഥയുണ്ട്. അതായത് ഈ നമ്മുടെ സൂപ്പർ സ്റ്റാറിൽ കോമ്പറ്റീഷൻ എന്നുള്ളതിനേക്കാളും സ്റ്റീഫൻ ചേട്ടൻ്റെ ഒരു ഭയങ്കര ഫാനായിരുന്നു ഞാൻ. സ്റ്റീഫൻ ചേട്ടൻ ഈ അൺപ്ലഗ്ഡ് വായിക്കണ കണ്ടിട്ട്, കാരണം അന്ന് നമ്മൾ പല റിയാലിറ്റി ഷോയിലും കണ്ടിരിക്കുന്നത് ഫുൾ ബീജത്തോടു കൂടെ പാട്ടുകൾ പാടുന്നതാണല്ലോ. അമൃതയിൽ മാത്രമാണ് ഒറ്റയാളായിട്ട് അവിടെ റൈറ്റ് സൈഡിൽ സ്റ്റീഫൻ ചേട്ടൻ ഉണ്ടാവും. പല പാട്ടുകളും നമ്മൾ ഇതുപോലെയാണ് അൺപ്ലഗ്ഡ് ആയിട്ടാണ് കേൾക്കുക. അപ്പം എനിക്ക് ഈ പറഞ്ഞ പോലെ മെലഡീസ് ഒക്കെ ഈ അൺപ്ലഗ്ഡ് ആയിട്ട് കേൾക്കുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ചിലത് ലിറിക്കലി കുറച്ചുകൂടെ തെളിഞ്ഞു കേൾക്കും. അപ്പം അങ്ങനെ ഒരു ആരാധന കൊണ്ട് കോമ്പറ്റീഷന് വന്ന ആളാണ് ഞാൻ. സ്റ്റീഫൻ ചേട്ടന്റെ കൂടെ അത്രയും ഒരു വർഷം പങ്കെടുത്ത ശേഷം പിന്നെ ഇതുപോലെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ലെങ്കിലും ആ ഒരു കളർ ഉണ്ടല്ലോ, വായിക്കുമ്പോൾ ഒരു എൻജോയ് ചെയ്ത് നമ്മളെ ഇൻസ്പയർ ചെയ്യിക്കുന്ന ഒരു മ്യൂസീഷ്യൻ കൂട്ടത്തിലുള്ള ഒരാള്. അദ്ദേഹത്തിന്റെ വായന കേട്ട് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ വായിക്കുമ്പോഴേ ഇനി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അങ്ങനെ ഒരു ഒറ്റ പീസാണിതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കോയിൻസിഡന്റ് ആയിട്ട് അത് ബിജുബാലേട്ടന്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴേക്കും ബിജുബാലേട്ടൻ വഴിയാണ് ഞാൻ സുമേഷ് ചേട്ടനെ പരിചയപ്പെടുന്നത്. അതേപോലെ സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യനായി. ബിജുബാലേട്ടന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ വയലിനിസ്റ്റ്, ഒരു കലാകാരിക്ക് ഒരു നല്ലൊരു പാട്ട് കിട്ടണ ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ, ഒരു പടത്തിൽ വർക്ക് ചെയ്യണം. അങ്ങനെ ബിജുബാലേട്ടന്റെ നല്ല ഒരുപാട് ചിത്രങ്ങളിൽ എനിക്ക് വായിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇടുക്കി വായിക്കാം നമുക്ക്. അതെ, ഇടുക്കി. ഇതിന്റെ കോറസ് ഉണ്ടല്ലോ, ഇവിടത്തെ കാറ്റാണ്. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് കേൾക്കണമെന്ന് തോന്നുന്നു. ഈ കോറസ് ഇല്ലെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ കോറസ് ഇല്ലെങ്കിൽ ഈ പാട്ട് വേണ്ടായിരുന്നു. കാരണം അത്രയും നന്നായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ സ്നേഹിതൻ വായിച്ചിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് രാജാ സാറിന്റെ ഏതെങ്കിലും ഒരു പാട്ടും കൂടെ വായിച്ചിട്ട് നമുക്ക്. കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പാട്ടുകളിലൊന്നാണ്. ഇനി നമുക്ക് സ്നേഹിതനെ പറയുന്നതിന് മുമ്പ് പാടിയ പാട്ടുകളെ കുറിച്ച് പറഞ്ഞില്ല, ഞാനത് ചോദിച്ചതുമില്ല. പാട്ടുകളെ കുറിച്ച് പറയും. പാട്ട് ഒരു പാട്ടുകാരി, ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നുള്ള ലേബല് മേടിച്ചു തന്നത് ശ്രീ എം ജയചന്ദ്രൻ സാറാണ്, എൻ്റെ ഗുരുനാഥൻ. ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ വരികളായിരുന്നു. മാടമ്പി എന്ന് പറയുന്ന ലാലേട്ടന്റെ ഫിലിമില് എന്റെ ശാരിക എന്നുള്ള പാട്ട്, ആ പാട്ടാണ് അരങ്ങേറ്റം കുറിച്ചത്. സുദീപേട്ടനോടൊപ്പം ഉള്ളൊരു ഡ്യുവറ്റായിരുന്നു. അതിനുശേഷം ഗോപിച്ചേട്ടന്റെ കാസനോവ എന്ന് പറയുന്ന ഫിലിമിൽ പാടിയിരുന്നു. ബിജുബാലേട്ടന്റെ, ഷാനിക്കയുടെ, ഇവരുടെയൊക്കെ ഒരു പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഒരു കുറച്ച് ഫിലിംസിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് അപ്പം എനിക്ക് തോന്നുന്നു മാടമ്പിയിലെ തന്നെ എന്റെ ശാരിക ആയിരിക്കും, കാരണം പാട്ടുകാരി ആയിട്ട് തന്നെ എല്ലാവരും അറിയണത് ആ പാട്ടിലൂടെയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും പാടാം. പാതിമാഞ്ഞ പാട്ടു ഞാൻ പെയ്തൊഴിഞ്ഞുവോ കുളിരുന്നോരോർമകൾ കിനാവിലെ കിളിവാതിലിൽ പാതിമാഞ്ഞ സന്ധ്യ ഞാൻ എൻ്റെ ചിത്ര ചേച്ചി പറഞ്ഞ പോലെ നിങ്ങൾ പാട്ട് വിടരുത് കേട്ടോ. ഇല്ല. അപ്പോൾ ഇനി നമുക്ക് സ്നേഹിതനെ വായിച്ച് അവസാനിപ്പിക്കാൻ തോന്നുന്നു. തീർച്ചയായും.
അടിപൊളി സാധനം. താങ്ക് യു സോ മച്ച്. ഈ മനുഷ്യന്റെ കൈ പോകുന്നുണ്ടേ. താങ്ക് യു. വൗ, ഇത് മുമ്പിലിരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല കേട്ടോ, ഈ പറയുന്ന സാധനം എന്താണെന്ന്. നിങ്ങളിത് ചെയ്യുന്നതിന്റെ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. താങ്ക് യു സോ മച്ച് രജനീഷ് ചേട്ടാ. സത്യം പറഞ്ഞാൽ രജനീഷ് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പങ്കെടുക്കുന്ന ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ്. പല ഇന്റർവ്യൂസിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ചേട്ടന്റെ സംസാരം. ഇങ്ങനെ സിമ്പിൾ ആയിട്ടിരുന്ന് ഇങ്ങനെ ചിരിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫാനാണ് ഞാൻ. ഓരോ പോയിന്റുകളും അതാണ് ഏറ്റവും അത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, കൂടുതൽ ആവശ്യമില്ലാണ്ട് ചോദിച്ചു, നല്ല വൃത്തിയിൽ ഇങ്ങനെ, അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഇങ്ങനെയൊക്കെ പറയിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്മാർട്ട്നെസ് ആണ്, അത്രേ ഉള്ളൂ. ഇടയ്ക്കുള്ള ചില സാധനങ്ങളെ ആത്മാർത്ഥമായിട്ട് ഈ സാധനങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഓ ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. പിന്നെ കുറച്ച് ഈ സിനിമാറ്റിക് ആയിട്ടുള്ള സാധനമില്ലേ, ഇങ്ങനെ കൈ പോകുന്നില്ലേ, അത് ഭയങ്കര രസമാണ്. അത് ഭയങ്കര ഷോക്ക് പീസാണ്. നമ്മളത് കാണിക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. കാരണം നമ്മൾ ഇതിനകത്ത് കൈവച്ച് നോക്കുമ്പോൾ അറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ എനിവേ, സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. രജനീഷ് ചേട്ടനോടൊപ്പം ഇങ്ങനെ ഒരു ചാറ്റ് ഷോ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.